സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം ധ്യാന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ ഭാഗത്തിന് 2 തലക്കെട്ടുകളാണുള്ളത്. ഒന്ന്, കടൽ തീരത്തെ അത്ഭുതങ്ങൾ. 2, അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഈ ഭാഗം നമുക്ക് മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷ രചനയുടെ ഘടനയൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ മർക്കോസ് ശ്ലീഹ 1, 2, 3 അധ്യായങ്ങളിൽ വിവരിക്കുന്നത് ഈശോയുടെ ഗലീലിയിലെ പ്രവർത്തനങ്ങളാണ്. ഈ ഭാഗത്ത് ഗലീലിയിലെ പ്രവർത്തനങ്ങളുടെ വിജയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഗലീലി ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നായിരുന്നു. ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ അവിടുത്തെ മരണത്തിൻ്റെ സമയത്തൊക്കെ സന്നിഹിതരായിരുന്നവർ ഗലീലിയിൽ നിന്നുള്ള സ്ത്രീജനങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. അവര് കുരിശിൻ്റെ വഴിയിലൂടെ ആർത്തലച്ചുകൊണ്ട് വരികയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ ഈശോ മരിക്കുമ്പോൾ മാറത്തടിച്ച് വിലപിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം സ്നേഹഭരിതമായ മനസ്സുള്ളവരായിരുന്നു ഗലീലിയിലെ ആൾക്കാർ. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നു, ഗലീലിയിൽ നിന്നുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഈശോയെ തേടി വരികയാണ്. യേശു ശിഷ്യന്മാരുടെ കൂടെ കടൽ തീരത്തേക്ക് പോയി ഗലീലയിൽ നിന്നുള്ള ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറൂസലേം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, ജോർദാന്റെ മറുകരയിൽ നിന്നും, ടൈർ, സീദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ഈ ഭാഗത്ത് ഈ ആളുകൾ വരുന്നതിന് കാരണമായിട്ട് മർക്കോസിലെ അവതരിപ്പിക്കുന്ന കാര്യം നമുക്ക് ധ്യാന വിഷയമായിട്ടെടുക്കാം. ഇപ്പൊ ഇത്രയും ആളുകൾ വന്നതിൻ്റെ കാരണം മർക്കോസിലെ പറയുന്നു, അവൻ്റെ പ്രവർത്തനങ്ങൾ കേട്ട് അവൻ്റെ അടുത്തെത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മുടെ പ്രവർത്തനങ്ങൾ കേട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ ആളുകൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം മർക്കോസിലെ അവതരിപ്പിക്കുകയാണ്. ഈശോ ഗലീലയിൽ നടത്തിയ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ഫലം ജനക്കൂട്ടം അവനെ തേടിയെത്തി എന്നുള്ളതാണ്. അവൻ്റെ പ്രവർത്തനങ്ങൾ കേട്ടെത്തുന്നു. ഞാൻ ഓർക്കുന്നത്, കുറേ കാലങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു കഥയാണ്. യജമാനൻ മരിച്ചതിന് ശേഷം യജമാനൻ്റെ ശവകുടീരത്തിൽ നിന്ന് വേർപിരിയാതെ നിൽക്കുന്ന ഒരു പട്ടിയുടെ കഥയാണത്. നമുക്ക് നമ്മുടെ ആത്മീയതയുടെ മാനദണ്ഡം ക്രിസ്തുവുമായി നമുക്ക് എന്തുമാത്രം തീവ്രമായ അടുപ്പമുണ്ട് എന്നുള്ളതാണ്. ഈ 2-ാമത്തെ ഭാഗത്ത് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു കാര്യമാണ്. തനിക്കിഷ്ടപ്പെട്ടവരെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. ഈ 2 ഭാഗം തമ്മിലുള്ള വ്യത്യാസം, കേന്ദ്രബിന്ദു, ഈ 2 ഭാഗത്തെയും കേന്ദ്രബിന്ദു ജനക്കൂട്ടമാണ്, ജനങ്ങളാണ്. വ്യത്യാസം ഇതാണ്: ആദ്യ ഭാഗത്ത് ആളുകൾ തേടി ചെല്ലുന്നു, 2-ാം ഭാഗത്ത് ഈശോ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിക്കുന്നു. അതിൻ്റെയും പ്രധാന ലക്ഷ്യം ഇതാണ്: കൂടെയായിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 2 ഭാഗത്തിൽ നിന്ന് നമ്മുടെ പ്രായോഗിക ചിന്തകളിലേക്ക് വരാം. 1-ാമത്തെ ഭാഗത്ത് ഈ ഒരു തിരുവചന ഭാഗം നമുക്കെടുക്കാം. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ഈശോ അവരെ എല്ലാം സുഖപ്പെടുത്തി. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മുടെ അടുത്തേക്ക് വരാൻ ആളുകൾക്ക് കഴിയുന്നുണ്ടോ? 2, നമ്മുടെ അടുത്തെത്തുന്നവരെ സുഖപ്പെടുത്താൻ പാകത്തിനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഞാൻ ഓർക്കുന്നു, ഒരു അധ്യാപകൻ്റെ മുമ്പിൽ എമ്മച്ചാറം പഠിക്കുന്ന ഒരു യുവാവത്തെയാണ്. അവൻ വളരെയേറെ തകർന്ന മനസ്സോടുകൂടിയാണ് എത്തുന്നത്. വളരെ ഗ്ലൂമിയാണ്, ഡിപ്രസ്ഡ് ആണ്. കാരണം അവൻ്റെ അപ്പൻ അമ്മയെ ഉപേക്ഷിച്ച് പോയി. അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഇവൻ ഏക മകനാണ്. അപ്പോൾ അമ്മയെക്കുറിച്ച് ഇവൻ വ്യാകുലചിത്തനാണ്. അവൻ പഠിക്കാൻ വരുന്ന സമയത്ത് പോലും അവൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മയുടെ ദുഃഖം അവനെ വളരെയധികം വേദനിപ്പിക്കുകയാണ്. അപ്പോൾ അവന് ഭാവിയിലേക്കുള്ള പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടു. എങ്ങനെ മുന്നോട്ട് പോകും? ഏക മകനായതുകൊണ്ട് മറ്റു തരത്തിൽ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് അങ്ങനെ ചർച്ച ചെയ്യാനോ ഒന്നുമില്ല. അപ്പോൾ അവൻ ദുഃഖഭരിതമായ മനസ്സോടുകൂടി വരുന്ന ഇവനെ ഈ അധ്യാപകൻ ധൈര്യപ്പെടുത്തുകയാണ്. നിശ്ചയമാണ്, നീ ഉറപ്പിച്ചു വെച്ചു, ഒരു 10 വർഷങ്ങൾ കഴിയുമ്പോൾ നിന്റെ സമൂഹത്തിലെ ഏറ്റവും
സാമ്പത്തിക സ്ഥിതിയുള്ള മെച്ചപ്പെട്ട വ്യക്തിത്വമുള്ള ആൾ നീ ആയിരിക്കും. അവനെ അപാരമായി ധൈര്യപ്പെടുത്തുകയാണ് ഈ അധ്യാപകൻ. ഇരുണ്ട മനസ്സോടുകൂടി വന്ന മുഖത്തോടുകൂടി വന്ന അവൻ പ്രകാശഭരിതമായ മുഖത്തോടുകൂടി തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അധ്യാപകൻ അറിയത്തില്ല. പക്ഷേ ഇവന്റെ ഇരുള് മാറ്റുക എന്നുള്ളത് അധ്യാപകന്റെ പ്രധാനപ്പെട്ട ദൗത്യമായി തീർന്നു. നമ്മുടെ അടുത്ത് വരുന്നവരെ സാന്ത്വന വചനങ്ങൾ കൊണ്ട് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമോ? അവരെ സുഖപ്പെടുത്താൻ പറ്റുമോ? ഈശോയുടെ അടുത്ത് വന്നവരെയല്ല ഈശോ സുഖപ്പെടുത്തി. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. വേറൊരു സന്ദർഭം ഓർക്കുകയാണ്. ഒരു കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന ഒരു പയ്യൻ, അവൻ്റെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനെ കുറിച്ച് അവൻ്റെ വിടവാങ്ങൽ ആ കോളേജിൽ നിന്ന് അവൻ പോകുന്ന സമയത്ത് അവൻ പ്രസംഗിക്കുകയാണ്. അവൻ ആ അധ്യാപകനെ കുറിച്ച് പറയുന്നു, എനിക്ക് വിഷമമുണ്ടാകുമ്പോൾ ഞാൻ വെറുതെ ഈ അധ്യാപകന്റെ മുറിയുടെ വാതിൽക്ക് പോയി നിൽക്കുമായിരുന്നു. അവിടെ അദ്ദേഹം ഇല്ല എന്നറിഞ്ഞാൽ പോലും ഞാൻ നിൽക്കുമായിരുന്നു. കാരണം അവിടെ അങ്ങനെ നിൽക്കുന്നത് എൻ്റെ മനസ്സിനൊരു സാന്ത്വനമാണ്. നോക്കൂ, അത്രമാത്രം അദൃശ്യമായിട്ടുള്ള സാന്ത്വനം പോലും പകർന്നു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മനസാക്ഷിയുള്ള നന്മയുള്ള മനുഷ്യരായി തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, അകലങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണല്ലോ. അപ്പൊ നമുക്ക് ആളുകളെ അടുപ്പിച്ച് നിർത്താൻ പറ്റുമോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എത്രയോ ഡൈവോഴ്സ് കേസുകളാണ് വരുന്നത്. മക്കളെ മാതാപിതാക്കൾ കൊല്ലുന്ന അനുഷ്ക എന്ന് പറയുന്ന ഒരു പാവം കുഞ്ഞിനെ, ഭിന്നശേഷിക്കാരിയായ ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ രാത്രിയിൽ 8 വയസ്സുള്ള ഈ കുഞ്ഞിനെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്ന ക്രൂരമായ കഥകൾ വരെ നമ്മൾ കേൾക്കുന്നു. ഒരച്ഛൻ മകളെ കോടാലി വെച്ച് വെട്ടിക്കൊന്ന 6 വയസ്സുള്ള കുഞ്ഞിനെ. അപ്പോൾ അങ്ങനെ അതിതീവ്രമായ രീതിയിൽ അകലങ്ങൾ വർദ്ധിക്കുന്നു. ഊഷ്മളമായ ബന്ധങ്ങളെല്ലാം നശിക്കുന്ന സമയത്ത് ആത്മീയതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പര അടുപ്പമാണ്, സ്നേഹബന്ധമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്, ക്രിസ്തുവുമായ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ കഴിയും? തീവ്രമായ അടുപ്പത്തിലേക്ക്, ആത്മീയതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് ആ തീവ്രമായ അടുപ്പം. മാതാപിതാക്കൾ തമ്മിൽ, ദൈവം തമ്പുരാൻ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ഒക്കെ ആകാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതോ നമ്മൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിച്ച് ആളുകളെ അകറ്റിക്കളയുകയാണോ? അധികാരവും പ്രാമാണിത്വവും ഒക്കെ കാണിച്ച് നമ്മൾ ആളുകളെ വെറുതെ അകറ്റിക്കളയുകയാണോ? നമ്മുടെ സ്ഥാപനങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട്, ഈശോ ശിഷ്യന്മാരെ വിളിച്ച് തന്നിലേക്ക് അടുപ്പിക്കുകയാണ്. ഇഷ്ടമുള്ളവരെ തന്നിലേക്ക് അടുപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പുള്ള ചോദ്യം ഇതാണ്: ക്രിസ്തുവുമായിട്ട് അടുത്തിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ക്രിസ്തുവിലേക്ക് ആരെങ്കിലുമൊക്കെ അടുപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നത്, ഒരു സൺഡേ സ്കൂൾ വേദപാഠ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഒരു മതബോധന കേന്ദ്രം, രൂപതാ കേന്ദ്രം പുറപ്പെടുവിച്ച ഹലോ കേൾക്കാമോ എന്നൊരു പ്രോഗ്രാമാണ്. അവിടെ ഇങ്ങനെ സന്ധ്യാപ്രാർത്ഥനയെ കുറിച്ചാണ് ഒരു അവതരണം. സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് 19 വയസ്സുകാരൻ ഒരു മകൻ പറയുകയാണ്, അടുത്തുള്ള ഒരു സ്ഥലത്ത് ആനകൾ എത്തുന്നുണ്ട് ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട്, എനിക്കതൊന്ന് കാണാൻ പോകണം. അപ്പോൾ അപ്പൻ തിരുത്തി പറയുകയാണ്, മോനെ, അതിനേക്കാൾ വലിയ ആനക്കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥനയിലേക്ക് മകനെ വലിച്ചെടുപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ 1-2 വൈദികര് ആകുലപ്പെട്ട് പറയുന്നത് കണ്ടു. 1-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, സന്ധ്യാപ്രാർത്ഥന നടത്തുന്നവരാരൊക്കെയുണ്ട് നിങ്ങൾ? രാത്രി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി പോലുമില്ല. രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഒരുമിച്ച് ചേർന്ന്? 10-30 പേര് ഇരിക്കുന്നിടത്ത് 4-5 പേര് മാത്രമാണ് കൈവെക്കുന്നത്. ക്രിസ്തുവിലേക്ക് നമ്മൾ ചേർന്നിരിക്കുന്നുണ്ടോ? അതോ നമ്മൾ അകന്നു പോവുകയാണോ? എന്തുമാത്രം ക്രിസ്തുവിലേക്ക് നമ്മൾ ചേർന്നിരിക്കുന്നു, അത്രമാത്രം നമ്മുടെ സമൂഹം ശാന്തതയും സമാധാനമുള്ള സമൂഹമാവും, സ്നേഹഭരിതമായ സമൂഹമാവും. പ്രാർത്ഥനയിൽ നിന്ന് മാത്രമേ നമുക്കങ്ങനെ ഒരു ഊർജം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ.